നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒരു ടൈം ടേബിൾ ആണ് ഞാൻ നൽകാൻ പോകുന്നത്. 30 ദിവസത്തെ ടൈം ടേബിൾ ആണ്. ഈ ടൈം ടേബിളിൽ SCRT ഓരോ ദിവസവും ഏത് ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത് എന്നടക്കമുള്ള ടൈം ടേബിൾ ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ, അതിശക്തമായിട്ട് പഠിച്ചു മുന്നേറാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുക. കാരണം ഈ 30 ദിവസം നിങ്ങൾക്ക് ഒരു നിമിഷം പോലും റെസ്റ്റ് ഇല്ല, എപ്പോഴും നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനത്തെ ടൈം ടേബിൾ ആണ്. എല്ലാ സബ്ജക്റ്റും ഓരോ ദിവസവും നിങ്ങൾ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല പവർഫുൾ ആയിട്ടുള്ള ടൈം ടേബിൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡേ വൺ നാളെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. 22/4/2021. നാളെ പഠിക്കേണ്ട ടോപ്പിക് എഴുതിയെടുക്കണമെന്നുള്ളവർ എഴുതിയെടുക്കുക. കേരള ഹിസ്റ്ററി തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്. SCRT പഠിക്കേണ്ടത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2ാമത്തെ ചാപ്റ്റർ ആണ്. കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. കമ്പ്യൂട്ടർ സയൻസിൽ ഇൻപുട്ട് ഡിവൈസസ് ആണ് നാളെ പഠിക്കാനുള്ളത്. ഇൻപുട്ട് ഡിവൈസസ്. മാത്സിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ആദ്യത്തെ ടോപ്പിക്കാണ്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. ഇംഗ്ലീഷിൽ ആദ്യത്തെ ടോപ്പിക് ടൈപ്സ് ഓഫ് സെന്റൻസസ്. മലയാളത്തില് പദശുദ്ധിയാണ്. കറണ്ട് അഫയേഴ്സ് നാളെ തന്നെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്തോളുക. 2019 ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഈ ടോപ്പിക് ഒക്കെ നിങ്ങൾ എവിടുന്നാ പഠിക്കുന്നത്? SCRT പാഠപുസ്തകങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻപുട്ട് ഡിവൈസസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും വീഡിയോ ചെയ്ത് തരാം. അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ റാങ്ക് ഫയൽ വെച്ച് പഠിക്കാവുന്നതാണ്. ടൈപ്സ് ഓഫ് സെന്റൻസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ റാങ്ക് ഫയൽ ഉപയോഗിക്കാന്നുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നോക്കി പോവുക. ഇംഗ്ലീഷ് ആവട്ടെ, മാത്സ് ആവട്ടെ, മലയാളം ആകട്ടെ, പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ളതും കൂടി നോക്കി പോവുക. അപ്പോൾ മിനിമം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം. മോർണിംഗ് 4 AM ആണ് പഠനം തുടങ്ങാനുള്ള ഒരു ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം. ഓക്കെ, കൂടാതെ ഓരോ ദിവസത്തെയും ടോപ്പിക്ക് നിങ്ങൾ അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഫുള്ളായിട്ട് റിവൈസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർ മാത്രം, കഷ്ടപ്പെടാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇറങ്ങാവൂ. ജോലി കൊണ്ടേ നമ്മൾ മടങ്ങത്തുള്ളൂ, അത് ഓർക്കുക. അപ്പൊ ഇത്രയാണ് നാളെ പഠിക്കാനുള്ള ടോപ്പിക്ക്. ഇനി ഡേ 2 മറ്റന്നാൾ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. നോട്ട് ചെയ്യുക. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്രതിനാൾ. നിങ്ങൾ ഷോർട്ടായിട്ട് എഴുതിയെടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ സിലബസ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. സിലബസ് എല്ലാവരുടെയും കിട്ടിക്കാണും, അത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എന്നിട്ട് സിലബസ് എടുത്തിട്ട് ഫുൾ ആയിട്ടുള്ള ആ ടോപ്പിക് എഴുതിയാൽ മതി. അപ്പൊ നാളെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്രതിരുനാൾ. SCRTയിൽ നാളെ പഠിക്കാനുള്ളത് 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 9 മധ്യകാല കേരളമാണ്. മധ്യകാല കേരളം. SCRT 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 7 കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. ഈ SCRT ചാപ്റ്റേഴ്സ് നമ്മൾ മുന്നേ തന്നില്ലേ, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്രതിരുനാൾ. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ആണ് ഓരോ ദിവസവും പഠിക്കാൻ വേണ്ടി തരുന്നത്. അപ്പൊ നിങ്ങൾ റാങ്ക് ഫയലിലുള്ള പോയിന്റ്സും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും SCRT കണ്ടന്റും നല്ല പക്കയായിട്ട് പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുവാണെങ്കിൽ അതും കൂടി റിവൈസ് ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസിൽ നാളെ പഠിക്കാനുള്ളത് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. മാത്സിൽ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്. ഇംഗ്ലീഷിൽ ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ്. ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് ആക്കുക, കോംപ്ലക്സിനെ കോമ്പൗണ്ട് ആക്കുക, അങ്ങനെയൊക്കെയുള്ള ഇന്റർചേഞ്ച് ആണ്. മലയാളം വാക്യശുദ്ധിയാണ് നാളെ പഠിക്കാനുള്ളത്. മറ്റന്നാളത്തെ ടോപ്പിക്കാണ് മറ്റന്നാൾ പഠിക്കാനുള്ളത്. 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ പഠിക്കുക. 4 മണി, രാവിലെ 4 മണിയാണ് ബെസ്റ്റ് ടൈം. എല്ലാ ദിവസവും റിവിഷൻ ചെയ്യുക. ഓക്കെ, ഇനി ഡേ 3 24ാം തീയതി പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഫ്രം സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് ടു പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. SCRTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഈ ടോപ്പിക്കിലെ SCRTയുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നോക്കാം. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 8 കേരളം ആധുനികതയിലേക്ക്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കേരളം ആധുനികതയിലേക്ക് 24ാം തീയതി പഠിക്കാനുള്ളതാണ്.
ഈ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റർ ആണ് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 8 നവകേരള സൃഷ്ടിക്കായി. അത് രണ്ടും പഠിക്കുക. മാത്സിൽ പെർസെൻറ്റേജ് എന്ന ടോപ്പിക്ക് പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസിൽ മെമ്മറി ഡിവൈസസ് ആണ് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, മലയാളത്തിൽ പരിഭാഷ ട്രാൻസ്ലേഷൻ പഠിക്കുക. സ്പോർട്സും കൂടി നോക്കി തുടങ്ങാം. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, നേട്ടങ്ങൾ, ബഹുമതികൾ. ഇത്രയും ടോപ്പിക്കാണ് 24-ാം തീയതി പഠിക്കാനുള്ളത്. 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ പഠിക്കുക. പിന്നെ ഇതിന്റെ കൂടെ 3ാമത്തെ ഡേ മുതൽ ഒരു പ്രീവിയസ് ചോദ്യ പേപ്പറും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ പഠിച്ചു പോവുക. പ്രീവിയസ് ചോദ്യ പേപ്പറിന്റെയും ഒരു റാങ്ക് ഫയൽ വാങ്ങുക. അപ്പൊ നിങ്ങൾ 2 റാങ്ക് ഫയൽ വാങ്ങുക. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ടോപ്പിക്സ് ഉള്ള ഒരു റാങ്ക് ഫയൽ. ഓക്കെ, നിങ്ങളുടെ പഴയ LDC അഡ്വാൻസ്ഡ് റാങ്ക് ഫയൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ മതിയായിരിക്കും. പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിലേറ്റഡ് ഫാക്ട്സും വരുന്ന ഒരു റാങ്ക് ഫയൽ വാങ്ങുക. എന്നാൽ കഴിയുന്ന വീഡിയോസും ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. ഈ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ബാക്കി വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. അതും കണ്ടു പഠിക്കുക. മാക്സിമം 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ രാവിലെ 4 മണി മറക്കണ്ട. റിവിഷനും മറക്കണ്ട. 4ാമത്തെ ഡേ സൺഡേ എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ ഡേ ആണ്. എല്ലാ സൺഡേയും റിവിഷൻ ഡേ ആണ്. ആ ഒരാഴ്ച നമ്മൾ എന്തൊക്കെ പഠിച്ചു അത് റിവൈസ് ചെയ്യാനുള്ള ഡേ ആണ് സൺഡേ. അപ്പൊ റിവിഷൻ ഡേ ആണ്. 1, 2, 3 ദിവസത്തെ ടോപ്പിക്കുകൾ വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യുക. ആ ആഴ്ചത്തെ തൊഴിൽ വീതിയോ തൊഴിൽ വാർത്തയോ ഫുള്ളായിട്ട് വായിച്ചു തീർക്കുക. അപ്പോൾ തൊഴിൽ വീതിയോ തൊഴിൽ വാർത്തയോ നിങ്ങൾക്ക് ഏതാണോ നല്ലതായിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, വായിച്ചു തീർക്കുക. രണ്ടും വായിക്കണമെന്നുള്ളത് രണ്ടും വായിക്കാം. PSC ബുള്ളറ്റിൻ, ഒരു മാസം 2 PSC ബുള്ളറ്റിൻ ആണ് ഇറങ്ങുന്നത്. അതെല്ലാവർക്കും അറിയായിരിക്കും. മാസം തുടക്കത്തിൽ 1 മുതൽ 15 വരെ ഒരു PSC ബുള്ളറ്റിൻ, 15-ന് ശേഷം ഒരു PSC ബുള്ളറ്റിൻ, അങ്ങനെ 2 PSC ബുള്ളറ്റിൻ ഇറങ്ങും. ഷോപ്പിൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ വരുത്തുന്നുള്ളവർക്ക് വരുത്തി വായിക്കാവുന്നതാണ്. PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഈ പബ്ലിക്കേഷൻ, തൊഴിൽ വീതി, തൊഴിൽ വാർത്ത മുതലായ പബ്ലിക്കേഷൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സും PSC ബുള്ളറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സും ഒരു സെപ്പറേറ്റ് ബുക്കിൽ നിങ്ങൾ എഴുതി സൂക്ഷിക്കുക. കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം ഒരു ബുക്ക് കീപ്പ് ചെയ്യുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സൺഡേ മസ്റ്റ് ആണ്. റിലേറ്റഡ് ഫാക്ട്സും ഒരെണ്ണം ഫുള്ളായിട്ട് പഠിച്ചു തീർക്കുക. കറണ്ട് അഫയേഴ്സ് ഒക്ടോബർ ആൻഡ് നവംബർ 2019, ഒക്ടോബർ മാസത്തിലെയും നവംബർ മാസം 2019 കറണ്ട് അഫയേഴ്സ് ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു കോട്ട് നിങ്ങൾക്ക് പറയാം. APJ അബ്ദുൽ കലാം സാറിന്റെ കോട്ടാണ്. യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് ഷ്യൂർലി യുവർ ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. നമുക്ക് നമ്മുടെ ഭാവിയെ മാറ്റാൻ കഴിയില്ല, പക്ഷെ നമ്മുടെ ശീലങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയും. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ ഭാവിയെ മാറ്റും. അതെപ്പോഴും ഓർമ്മ വേണം. നമ്മുടെ ശീലങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അടുത്ത ഡേ 5 26-ാം തീയതിയാണ്. എക്കണോമിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്കണോമിക്സിൽ നാഷണൽ ഇൻകം, NI എന്ന് പറയുന്ന നാഷണൽ ഇൻകം ആണ്. പെർ ക്യാപിറ്റ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പ്ലാനിംഗ്, 5-year പ്ലാൻ, നീതി ആയോഗ്. ഇത്രയും ടോപ്പിക്ക് ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. SCERT മസ്റ്റ് ആണ്. ഇന്ത്യൻ സെൻസസും കൂടി പഠിക്കുക. ഈ ടോപ്പിക്സ് വരുന്ന SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയും, പ്രത്യേകം നോട്ട് ചെയ്യുക. 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 3 ദേശീയ വരുമാനം, 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 6 സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും, 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ, 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 11 ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും, 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ 2 ചാപ്റ്റർ 3 മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. ഇത്രയും ചാപ്റ്റർ ആണ് ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ വരുന്നത്. ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. മലയാളം ഒറ്റപ്പദമാണ് പഠിക്കാനുള്ളത്, ഒറ്റപ്പദം. പിന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അന്ന് മാത്സ് ഇല്ല, അതുകൊണ്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിലേറ്റഡ് ഫാക്ട്സും പഠിക്കണം. അപ്പൊ നമ്മൾ 1ാമത്തെ ആഴ്ച കഴിഞ്ഞു, 2ാമത്തെ ആഴ്ചയിലേക്കാണ് ഡേ 5 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമയവും കുറച്ച് മാറിയിട്ടുണ്ട്. 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ പഠിക്കണം ഈ ഒരാഴ്ച. 6 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ പഠിക്കുക. 4 AM തന്നെയാണ് ബെസ്റ്റ് ടൈം. റിവിഷൻ മറക്കണ്ട. ഓരോ ദിവസവും എൻഡ് ചെയ്യുമ്പോൾ ആ ദിവസം നമ്മൾ എന്തൊക്കെ പഠിച്ചോ അത് ഫുള്ള് റിവൈസ് ചെയ്യുക. ഇനി ഡേ 6 27-ാം തീയതിയാണ്. എക്കണോമിക്സിന്റെ ബാക്കി ടോപ്പിക്സ് തന്നെയാണ്. RBIയും ഫംഗ്ഷൻസും, ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് റവന്യൂ, ടാക്സ്, നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റ്, ഫിസിക്കൽ പോളിസി, ബാങ്ക്സ്, ഇൻഷുറൻസ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇത്രയും ഉണ്ടെങ്കിലും ടോപ്പിക് പഠിച്ചു വരുമ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ടോപ്പിക് അടങ്ങിയ SCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 2 ചാപ്റ്റർ 5 പൊതുചെലവും പൊതുവരുമാനവും,
8th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 7 സമ്പദ് ശാസ്ത്ര ചിന്തകൾ. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 9 സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 9 ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ഇത്രയും ചാപ്റ്റേഴ്സിലാണ് ഈ ടോപ്പിക്സ് ഒക്കെ വരുന്നത്. അത് തന്നെ റിവൈസ് ചെയ്ത് പഠിക്കുക. മാത്സിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അന്ന് നോക്കാനുള്ളത്. സ്പോർട്സിൽ പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏത് മേഖലയിലാണ് നൽകുന്നത് എന്നുള്ള കാര്യം. കറണ്ട് അഫയേഴ്സ് ഡിസംബർ 2019 മുതൽ ജനുവരി 2020 2 മാസത്തെയും കറണ്ട് അഫയേഴ്സ് നോക്കുക. 6 മണിക്കൂർ പഠിക്കുക, 4 മണിക്ക് എണീറ്റ് പഠിക്കുക, റിവിഷൻ. ഓക്കെ, അത് മറക്കണ്ട. പിന്നെ സമയം കിട്ടുവാണെങ്കിൽ അന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും റിലേറ്റഡ് ഫാക്റ്റും കൂടി പഠിക്കുക. അത് എന്നും മസ്റ്റ് ആണ്. അത് വീണ്ടും വീണ്ടും പറയുന്നില്ല. എന്നും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കുക. ഡേ 7 28/4/2021 വേൾഡ് ജോഗ്രഫിയാണ്. വേൾഡ് ജോഗ്രഫിയിലെ ബേസിക്സ്, എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്ക്, ലാൻഡ് ഫോംസ്. അപ്പോൾ ഈ ടോപ്പിക്സ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 5 ഭൂമി കഥയും കാര്യവും. 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 ഭൂമിയും ജീവലോകവും. 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 3 ഭൗമരഹസ്യങ്ങൾ തേടി. 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡിലാണ് ചാപ്റ്റർ 10 ഭൂമിയുടെ പുതപ്പ്. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 4 പ്രകൃതിയുടെ കൈകളാൽ. ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. മാത്സിൽ നമ്പർ ആൻഡ് ലെറ്റർ സീരീസ്. കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി 2020 മാർച്ച് 2020. ഈ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. അപ്പോൾ മിനിമം 6 മണിക്കൂർ, മാക്സിമം 9 മണിക്കൂർ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാനും അതുപോലെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കാനും സമയം കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ അത് ചെയ്ത് തന്നെ നോക്കുക. എക്സാം ആയിട്ട് തന്നെ എഴുതി നോക്കിയതിന് ശേഷം അതിന്റെ റിലേറ്റഡ് ഫാക്ട് പഠിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രീവിയസ് ബുക്ക് വാങ്ങിക്കോളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അടങ്ങിയ ബുക്കും റിലേറ്റഡ് ഫാക്ട് അടങ്ങിയ ബുക്കും കിട്ടും, അത് വാങ്ങിക്കോളൂ. ഇനി 8ാമത്തെ ടോപ്പിക് ജോഗ്രഫി, വേൾഡ് ജോഗ്രഫിയാണ്. പ്രഷർ ബെൽറ്റ്, വിൻഡ്, പ്രഷേഴ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്. പ്രഷർ ബെൽറ്റ്, വിൻഡ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺ. ഈ ടോപ്പിക്കിൽ വരുന്ന SCERT ചാപ്റ്റേഴ്സ് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് സെക്കൻഡിലെ 1ാമത്തെ ചാപ്റ്റർ ഋതുഭേദങ്ങളും സമയവും. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡിൽ ചാപ്റ്റർ 2 കാറ്റിന്റെ ഉറവിടം തേടി. 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 12 ഭൂമിയിലെ ജലം. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 1 സർവവും സൂര്യനാൽ. ഇത്രയാണ് SCERT ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളത്. മാത്സ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ. കമ്പ്യൂട്ടർ സയൻസിൽ സോഫ്റ്റ്വെയർ, അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ഇംഗ്ലീഷ് വൊക്കാബുലറി, മിസ്പെൽറ്റ് വേർഡ്സ് പഠിക്കുക. മിസ്പെൽറ്റ് വേർഡ്സ് റാങ്ക് ഫയലിൽ കാണും, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, ഇതനുസരിച്ച് നമ്മുടെ വീഡിയോ ഇനി ഞാൻ അറേഞ്ച് ചെയ്യും. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ഏപ്രിൽ ആൻഡ് മെയ് 2020 കറണ്ട് അഫയേഴ്സും പഠിക്കുക. അപ്പോൾ മറക്കണ്ട, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, റിലേറ്റഡ് ഫാക്ട്. ഡേ 9 30/4/2021 ജോഗ്രഫി, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ. അതടങ്ങിയ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 7 സുരക്ഷിതമായ നാളേക്ക്. 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 12 പ്രകൃതിയുടെ വരദാനം. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 2 കാലത്തിന്റെ കയ്യൊപ്പുകൾ. മലയാള പര്യായം. മാത്സ് സ്ഥാനനിർണയ പരിശോധന. ഇംഗ്ലീഷ് വൊക്കാബുലറി സിംഗുലർ, പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്. കമ്പ്യൂട്ടർ സയൻസിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കുക. സ്പോർട്സ് പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ എന്നിവ പഠിക്കുക. പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ എക്സ്പ്ലനേഷനും ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. ഡേ 10 നമ്മൾ മെയ്യിലേക്ക് കടന്നു. 1-ാം തീയതി ജോഗ്രഫി. ജോഗ്രഫിയിൽ മാപ്സ്, ടോപ്പോഗ്രഫിക് മാപ്പ്, സൈൻ, റിമോട്ട് സെൻസിങ് ആൻഡ് GIS ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ടോപ്പിക്കിൽ വരുന്ന SCERT ചാപ്റ്റേഴ്സ് 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് സെക്കൻഡില് ചാപ്റ്റർ 4 ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 6 ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ ഫസ്റ്റ് ചാപ്റ്റർ 6 ഭൂപടങ്ങളുടെ പൊരുൾ തേടി. 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ ഫസ്റ്റ് ചാപ്റ്റർ 6 ഭൂപടങ്ങൾ വായിക്കാം. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എവിടുന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്? സമഗ്ര എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. സമഗ്ര എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് കിട്ടും. ഓക്കെ, മാത്സിൽ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇംഗ്ലീഷിൽ കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വർബ്സ്. മലയാളത്തിൽ വിപരീത പദം. സ്പോർട്സിൽ പ്രധാന കായിക ഇനങ്ങൾ,
പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ, പിന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലനേഷൻ. അന്ന് അത്രയും പഠിക്കുക. ഡേ 11 സൺഡേ ആണ്, മെയ് 2-ാം തീയതി. റിവിഷൻ ഡേ ആണ്. റിവൈസ് ചെയ്യാനുള്ളത് 5-ാമത്തെ, 6-ാമത്തെ, 7-ാമത്തെ, 8-ാമത്തെ, 9-ാമത്തെ, 10-ാമത്തെ ഡേയിലെ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക. തൊഴിൽ വാർത്ത, തൊഴിൽ വീതി വായിച്ചു തീർക്കുക. PSC ബുള്ളറ്റിൻ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ മെയ് ആവുമ്പോഴത്തേക്കും പുതിയ PSC ബുള്ളറ്റിൻ ഇറങ്ങും. അപ്പോൾ അത് വാങ്ങുക. അതിന്റെ കറണ്ട് അഫെയർ നോട്ട് ചെയ്യുക, ഒരു സെപ്പറേറ്റ് ബുക്കിൽ നോട്ട് ചെയ്യുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും റിലേറ്റഡ് ഫാക്ട്സും പഠിക്കുക. കറണ്ട് അഫെയർസ് ജൂൺ ആൻഡ് ജൂലൈ 2020 പഠിക്കാനുള്ളത്. അപ്പോൾ there are no secrets to success. It is the result of preparation, hard work and learning from failure. അപ്പോൾ വിജയത്തിലേക്ക് ഒരു സീക്രട്ടും ഇല്ല. എന്താണ്? പ്രിപ്പറേഷൻ, ഹാർഡ് വർക്ക്, പിന്നെ ഞങ്ങളുടെ തോൽവിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതാണ് നമ്മളെ സക്സസിലേക്ക് നയിക്കുന്നത്, വിജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഓർക്കുക. ഡേ 12 ജോഗ്രഫി തന്നെയാണ് സ്റ്റാർട്ടിങ്. ഓഷ്യൻസ് ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെന്റ്സ്, കോണ്ടിനെന്റ്സ്, വേൾഡ് നേഷൻസ് ആൻഡ് സ്പെസിഫിക് ഫീച്ചേഴ്സ്. ഇതടങ്ങിയ ചാപ്റ്റേഴ്സ് 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 6 വൻകരകളും സമുദ്രങ്ങളും, 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 5 സമുദ്രവും മനുഷ്യനും, 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ ഫസ്റ്റ് ചാപ്റ്റർ 12 സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും. ഇത്രയും പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസിൽ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സേഴ്സ്, സ്പ്രെഡ്ഷീറ്റ് എക്സെട്ര. മാത്സിൽ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ പഠിക്കുക. ഇംഗ്ലീഷിൽ കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ് പഠിക്കുക. മലയാളത്തിൽ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ പഠിക്കുക. സ്പോർട്സിൽ ഒളിമ്പിക്സ് ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഈ ആഴ്ചയായപ്പോൾ നമ്മുടെ പഠിക്കാനുള്ള ടൈമും കുറച്ച് വ്യത്യാസം വന്നു. 7 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ സമയം പഠിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ടോപ്പിക്സ് ആഡ് ചെയ്തത്. 7 മണിക്കൂർ മുതൽ 10 മണിക്കൂർ, 4 AM ആണ് ബെസ്റ്റ് ടൈം. ഓക്കെ. പിന്നെ റിവിഷൻ. ഡേ 13 സിവിക്സ് ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ടു ലോകായുക്ത. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മുതൽ ലോകായുക്ത വരെ പഠിക്കുക. നിങ്ങൾ സിലബസ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക, അതിൽ നോക്കുക. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മുതൽ ലോകായുക്ത വരെ ഇതടങ്ങിയ ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ 3 പൊതുഭരണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ നമുക്ക്. കോൺസ്റ്റന്റ് അസംബ്ലിയാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതടങ്ങിയത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന, 9ാം ക്ലാസ്സിലെ സോഷ്യൽ ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഓക്കെ. സ്പോർട്സിൽ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, സാഫ് ഗെയിംസ്. മലയാളം സമാന പദം പഠിക്കുക. ഇംഗ്ലീഷ് വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ഓർ സഫിക്സ് പഠിക്കുക. മാത്സ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് 7 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ സമയമെടുക്കാം. പിന്നെ 4 AM രാവിലെ തന്നെ എണീറ്റ് പഠിക്കുക. അടുത്ത ഡേ 14 സിവിക്സിന്റെ ബാക്കിയാണ്. ഗവൺമെന്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, ഇലക്ഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ ടോപ്പിക്സ് അടങ്ങിയ ചാപ്റ്റേഴ്സ് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെന്റ്, 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 8 തെരഞ്ഞെടുപ്പും ജനാധിപത്യവും, 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 9 ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. ഈ ചാപ്റ്റേഴ്സിൽ ഈ കണ്ടന്റ്സ് എല്ലാം ഉണ്ട്. സ്പോർട്സ് ദേശീയ ഗെയിംസ് ആണ് അന്ന് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടർ സയൻസിൽ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് പഠിക്കുക. മാത്സിൽ അനലോഗിയാണ് പഠിക്കാനുള്ളത്. അനലോഗി. മലയാളം ചേർത്തെഴുതുകയാണ് പഠിക്കാനുള്ളത്. കറണ്ട് അഫെയർ ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ 2020. ഇത് കൂടാതെ ഒരു പ്രീവിയസ് ചോദ്യ പേപ്പറും റിലേറ്റഡ് ഫാക്ട്സും കൂടി പഠിക്കുക. അടുത്തത് ഡേ 15 സിവിക്സിൽ ബാക്കി ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, ആക്ട്സ് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, വാട്ടർഷെഡ് മാനേജ്മെന്റ്, വനിതാ ശിശു വയോജന ക്ഷേമ പദ്ധതികൾ. ഇത്രയും പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പ്, അമെൻമെന്റ്, പഞ്ചായത്തി രാജ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് പറഞ്ഞു തരാം. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 10 ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും, 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 10 ജനാധിപത്യവും അവകാശങ്ങളും, 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 8 ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ, 6th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 4 ഉൽപാദന പ്രക്രിയയിലൂടെ, 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 9 പഠിക്കണം, 10 പഠിക്കണം. 9ാമത്തെ ചാപ്റ്റർ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും, 10ാമത്തെ ചാപ്റ്റർ പൗരബോധം. ഇത്തരത്തിലാണ് ഈ പറഞ്ഞ ടോപ്പിക്സിന് അതുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അത് കവർ ചെയ്യുക. മാത്സിൽ ഓഡ് മാൻ ഔട്ട് പഠിക്കുക. ഇംഗ്ലീഷിൽ ആഡ് വെർബും പൊസിഷൻ ഓഫ് ആഡ് വെർബും പഠിക്കുക.
മലയാളം സ്ത്രീലിംഗം പുല്ലിംഗം പഠിക്കുക. 7 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ പഠിക്കുക. അടുത്ത സിവിക്സ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ്, ലാൻഡ് ഫോംസ്, സോഷ്യൽ സെക്യൂരിറ്റി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, തൊഴിൽ പദ്ധതികളും തണ്ണീർത്തട സംരക്ഷണം കൂടി പഠിക്കുക. വാട്ടർഷെഡ് മാനേജ്മെന്റ് അവിടെ തണ്ണീർത്തട സംരക്ഷണമാണ്. അപ്പൊ അത് അടങ്ങിയിരിക്കുന്ന ചാപ്റ്റർ ഞാനിവിടെ പറയുന്നുണ്ട്. 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 9 നല്ല നാളേക്കായി. 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകൾ. 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ 12 ഭൂമിയിലെ ജലം. ഇതിലെല്ലാം ഈ ടോപ്പിക് അടങ്ങിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെയർ ഫങ്ഷൻസ്, എമർജൻസി, പിന്നെ അടിയന്തരാവസ്ഥ പഠിക്കുക. ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസ്, നെറ്റ്വർക്ക് ഡിവൈസസ്. ഇന്നലെ പഠിച്ചു കഴിയാത്തവരുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി ഞാൻ ടൈം തരുവാണ്. നെറ്റ്വർക്ക് ഡിവൈസസ് പഠിക്കുക. മാത്സ്, ടൈം ആൻഡ് വർക്ക്, ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ്, മലയാളം വചനം. സ്പോർട്സില് ഗെയിം ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. ഇത്രയും പഠിക്കുക. നിങ്ങൾ ഷോർട്ടായിട്ട് എഴുതിയെടുത്തോണേ ഇപ്പൊ തന്നെ. ഇനി ഡേ 17 ഇന്ത്യൻ ഹിസ്റ്ററിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മിഡീവൽ ഇന്ത്യ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻസ്. അതിൽ ഡൽഹി സുൽത്താനേറ്റും മുഗൾ വംശവും ഉൾപ്പെടെ പഠിക്കുക. അപ്പൊ ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ചാപ്റ്റേഴ്സ് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1, 2. ഒന്നാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ, 2ാമത്തെ ചാപ്റ്റർ മധ്യകാല സമൂഹം വിഭവം വിനിമയം. 6ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും. 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതിയും. 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ. ഇത്രയും പഠിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ നേച്ചർ ആൻഡ് സ്കോപ്പ്, റെലവൻസ്, നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. മാത്സിൽ ആവറേജ് ആണെന്ന് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷിൽ യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്. മലയാളം പിരിച്ചെഴുതുക. ഇത്രയാണ് അന്ന് പഠിക്കാനുള്ളത്. 18ാം തീയതി സൺഡേ റിവിഷൻ ഡേ ആണ്. ഡേ 12 മുതൽ 17 വരെ റിവൈസ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റിൻ, കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിലേറ്റഡ് ഫാക്ട്സും ഒക്ടോബർ ആൻഡ് നവംബർ 2020 കറണ്ട് അഫയേഴ്സ് പഠിക്കുക. പിന്നെ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഹ്യൂമൻ ബോഡി ഉണ്ട്. ഹ്യൂമൻ ബോഡിയിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അന്ന് തന്നെ പഠിച്ചു തീർക്കാനല്ല, സമയം കിട്ടുന്നത് പോലെ പഠിച്ചു തീർക്കുക. ചാപ്റ്റേഴ്സ് ഒന്ന് നോട്ട് ചെയ്യുക. 9th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 2, 3, 4, 5, 6, 7 ഇത്രയും ചാപ്റ്റേഴ്സ് 9th സ്റ്റാൻഡേർഡിൽ നിന്ന് ഹ്യൂമൻ ബോഡിയെ ബേസ് ചെയ്ത് പഠിക്കാം. 8th സ്റ്റാൻഡേർഡിലെ 1, 2 ചാപ്റ്റേഴ്സും 7th സ്റ്റാൻഡേർഡിലെ 4, 8 ചാപ്റ്ററും 6ാം ക്ലാസ്സിലെ 1ാമത്തെയും 10ാമത്തെയും ചാപ്റ്ററും 5ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററും പഠിച്ചാൽ ഹ്യൂമൻ ബോഡി അവിടെ SCRT കണ്ടന്റ് ഫുള്ള് കവറായി. പിന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എവരിഡേ സയൻസ് ഉണ്ട്. അതിൽ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞ ടോപ്പിക് വരുന്നത് 10ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 7, 9ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 5, 8ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 16ഉം 17ഉം, 7ാം ക്ലാസ്സിലെ സയൻസ് ചാപ്റ്റർ 3, 3ഉം 10ഉം ഉണ്ട്. 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2. ഇത്രയത്തില് എവരിഡേ സയൻസും വരുന്നുണ്ട്. ഇത് അന്ന് തന്നെ പഠിച്ചു തീർക്കാനല്ല, നിങ്ങൾ നോട്ട് ചെയ്യുക, സമയം കിട്ടുന്ന പോലെ അത് പഠിച്ചു തീർക്കുക. ഓക്കെ. ഇനി ഡേ 19 ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, INC, സ്വദേശി, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ, സംഘടനകൾ ഉൾപ്പെടെയാണ് പഠിക്കാനുള്ളത്. ഇത് വരുന്ന ചാപ്റ്റേഴ്സ് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഈ കണ്ടന്റ്സ് ഒക്കെ വരുന്നുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബേസിക്സ് ഓഫ് എവരിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി, അത് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് തന്നു കഴിഞ്ഞു. അത് നിങ്ങൾ സമയം പോലെ പഠിച്ചു തീർക്കുക. ഫ്രം പബ്ലിക് ഹെൽത്ത് ടു കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ്, അതായത് ബേസിക്സ് ഓഫ് എവരിഡേ സയൻസിൽ തുടങ്ങി സിലബസ് നോക്കുമ്പോൾ കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ് വരെയുള്ള ടോപ്പിക്കാണ് അന്ന് പഠിക്കാനുള്ളത്. മാത്സിൽ സംഖ്യാവലോകന പ്രശ്നങ്ങൾ, മെന്റൽ എബിലിറ്റി ആണത്. ഇംഗ്ലീഷിൽ കോമ്പൗണ്ട് വേർഡ്സും ക്വസ്റ്റ്യൻ ടാഗും പഠിക്കുക, 2 ടോപ്പിക് പഠിക്കുക. മലയാളത്തിൽ ഘടകപദം, അതായത് വാക്യം ചേർത്തെഴുതുക പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസിൽ ഇന്റർനെറ്റ് സർവീസസ് പഠിക്കുക. www, ഇമെയിൽ, എക്സെട്ര. 7 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ സമയം എടുക്കുക പഠിക്കാൻ. 20ാമത്തെ ദിവസം ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയാണ്. ന്യൂസ് പേപ്പർ, ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് അവിടെ തുടങ്ങി പോസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് പീരീഡ് വരെ ഇതടങ്ങിയിട്ടുള്ള ചാപ്റ്റേഴ്സ് 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും, 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും,
ഏഴാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഇത്രയാണ് ഈ ടോപ്പിക്സ് അടങ്ങിയിരിക്കുന്ന SCERT ചാപ്റ്റേഴ്സ്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ്, ISRO, DRDO ആക്ടിവിറ്റീസ് ഇത്രയും പഠിക്കുക. ഇംഗ്ലീഷിൽ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറണ്ട്, സിനോണിം മുതലായവ അന്ന് പഠിക്കുക. മലയാള സാഹിത്യം നമ്മൾ തുടങ്ങാൻ പോവാണ്. തൂലികാനാമങ്ങളും അപരനാമങ്ങളും. മാത്സിൽ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, കമ്പ്യൂട്ടർ സയൻസിൽ സോഷ്യൽ മീഡിയ. 7 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ പഠിക്കുക. 21ാമത്തെ ദിവസം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നാട്ടുരാജ്യ സംയോജനം, വിദ്യാഭ്യാസ കമ്മീഷനുകൾ, വിദേശ നയം, ശാസ്ത്ര പുരോഗതി, ചേരിചേരാ പ്രസ്ഥാനം, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1951. ഇതടങ്ങിയ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യ പുതുയുഗത്തിലേക്ക്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠിക്കാനുള്ളത് എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി, എനർജി പോളിസി ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് പോളിസീസ്, ന്യൂക്ലിയർ പോളിസി. ഇത്രയാണ് പഠിക്കാനുള്ളത്. ഇംഗ്ലീഷിൽ ടെൻസസ് നോക്കാം. പിന്നെ നമ്മുടെ സംസ്കാരം എന്ന ടോപ്പിക്കിൽ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ ഇതടങ്ങിയ SCERT ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 ആണ്. കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ. മാത്സിൽ ആവറേജ് പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസിൽ വെബ് ഡിസൈനിങ് പഠിക്കുക. മലയാള സാഹിത്യത്തിലെ കൃതികൾ, കഥാപാത്രങ്ങൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ പഠിക്കുമ്പോൾ അക്കിത്തത്തിനും ONVക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അടുത്ത 22ാമത്തെ ദിവസം വേൾഡ് ഹിസ്റ്ററിയാണ് തുടങ്ങുന്നത്. ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ, ചൈനീസ് ആൻഡ് ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. ഇതിന്റെ എല്ലാത്തിന്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു പഠിക്കാം. SCERT ഉൾപ്പെടെയാണ് ഞാൻ ക്ലാസ് എടുത്തിരിക്കുന്നത്. പിന്നെ SCERTയിൽ അത് വരുന്ന ചാപ്റ്റേഴ്സ് 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 മധ്യകാല ലോകം കൂടി വായിച്ചു വെക്കുക. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 മധ്യകാല ലോകം, അധികാര കേന്ദ്രങ്ങൾ. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം. മാത്സിലെ ലോസ് ഓഫ് എക്സ്പൊണൻസും ഫാമിലി റിലേഷൻസും പഠിക്കുക. ഇംഗ്ലീഷിലെ ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ്, ആന്റോണിംസ് മുതലായവ പഠിക്കുക. മലയാള സാഹിത്യത്തിൽ പഠിക്കാനുള്ളത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ, ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. 7 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ കിട്ടുന്ന സമയമെല്ലാം നിങ്ങൾ പഠിക്കാൻ ഉപയോഗിക്കാം. റിവിഷൻ ഒരു ദിവസം അവസാനം റിവൈസ് ചെയ്യുക. ഡേ 23 വേൾഡ് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഈ വീഡിയോ UNOയും അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫുള്ളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ 10th ക്ലാസ്സിലെ ചാപ്റ്റർ 2 ലോകം 20ാം നൂറ്റാണ്ടിൽ, 8th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 1 യൂറോപ്പ് പരിവർത്തന പാതയിൽ. ഇത് രണ്ടും പഠിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ എൻവയോൺമെന്റൽ സയൻസ് ഇഷ്യൂസ് ഫുള്ളായിട്ട് പഠിക്കുക. മാത്സ് മെൻസുറേഷനും ഡയറക്ഷൻ ടെസ്റ്റും രണ്ട് ടോപ്പിക് ഉണ്ട്. കാരണം 30 ദിവസം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോപ്പിക് കൂടി വരും. ഇംഗ്ലീഷ് പ്രിപ്പോസിഷൻ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ടൈപ്സ് ഓഫ് സൈബർ ക്രൈം, IT ആക്ട്. ഇത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണുക. മലയാള സാഹിത്യം, പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. സ്പോർട്സ്, ഓരോ രാജ്യത്തെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. ചെറിയ ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ തന്നേക്കുന്നത്. ചെറിയ ടോപ്പിക്കുകളാണ്. പിന്നെ സംസ്കാരം, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ മുതലായവ പഠിക്കുക. ഡേ 24 ഇന്ത്യ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൽ ഫിസിയോഗ്രഫി, സ്റ്റേറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ മുതൽ കോസ്റ്റൽ പ്ലെയിൻ വരെ. അപ്പൊ അതിൽ എന്തൊക്കെ വരും? അതിർത്തി വരും, കടൽത്തീരം വരും, ദ്വീപുകൾ വരും, കേന്ദ്രഭരണ പ്രദേശങ്ങൾ വരും, നദീതീര പട്ടണങ്ങൾ ഉൾപ്പെടെ പഠിക്കുക. ഇതടങ്ങിയ ചാപ്റ്റേഴ്സ് 10th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ, 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 6 വൈവിധ്യങ്ങളുടെ ലോകം, 7th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 13 ഇന്ത്യയിലൂടെ, 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 11 നമ്മുടെ ഇന്ത്യ. ഇംഗ്ലീഷിൽ യൂസ് ഓഫ് കോറിലേറ്റീവ്സ്, ഫ്രേസൽ വെർബ്സ് മുതലായവ പഠിക്കുക. പിന്നെ മലയാള സാഹിത്യത്തിൽ മലയാള പത്രപ്രവർത്തനം ഫുള്ളായിട്ട് കവർ ചെയ്യുക. ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് പോയി കണ്ടാൽ മതി. മാത്സ് പ്രോഗ്രഷനും പഠിക്കുക, ക്ലോക്കും പഠിക്കുക. കമ്പ്യൂട്ടർ സയൻസ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ ടോപ്പിക് കഴിഞ്ഞു, റിവിഷൻ ആണ് ഇനി. റിവൈസ് ചെയ്യേണ്ട ടോപ്പിക് ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി ഡിവൈസസ് മുതലായവ റിവൈസ് ചെയ്യുക. ഡേ 25 സൺഡേ ആണ്, റിവിഷൻ ഡേ ആണ്. 19ാമത്തെ ഡേ മുതൽ 24ാമത്തെ ഡേ വരെയുള്ള ടോപ്പിക് റിവൈസ് ചെയ്യുക. തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റിൻ, കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, റിലേറ്റഡ് ഫാക്ട്സ്,
കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ളത് ഡിസംബർ 2020 ജനുവരി 2021 മാത്സ് റിവിഷൻ തുടങ്ങുകയാണ്. മാത്സിൽ അന്ന് റിവൈസ് ചെയ്യേണ്ടത് നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, മെന്റൽ എബിലിറ്റി സീരീസ്. ഇത്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞു, റിവിഷൻ ചെയ്താൽ മതി. അപ്പോൾ ദ ഫ്രൂട്ട് ഓഫ് യുവർ ഓൺ ഹാർഡ് വർക്ക് ഈസ് ദ സ്വീറ്റസ്റ്റ്. നമ്മുടെ സ്വന്തം ഹാർഡ് വർക്കിന്റെ ഫലം എന്ന് പറയുന്നത് എത്ര മാധുര്യമേറിയതാണ് അല്ലെ. അപ്പോൾ ഡേ 26 ടോപ്പിക് ഇന്ത്യൻ ജോഗ്രഫി. ക്ലൈമറ്റ് മുതൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം വരെ ഫുള്ള് പഠിക്കുക. അതിൽ ഇന്ത്യയുടെ മണ്ണിനങ്ങൾ വരും, മൺസൂൺ കാലാവസ്ഥ വരും, റെയിൽവേ സോണുകൾ വരും, നാഷണൽ പാർക്ക് പഠിക്കുക, ടൈഗർ റിസർവ് പഠിക്കുക, വന്യജീവി സങ്കേതങ്ങൾ പഠിക്കുക, വിമാനത്താവളങ്ങൾ, ദേശീയ പാതകൾ മുതലായവ എല്ലാം പഠിക്കുക. ഇതടങ്ങിയിരിക്കുന്ന SCERT 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പഠിക്കാനുള്ളത് ബയോഡൈവേഴ്സിറ്റി, ഇമ്പോർട്ടൻസ്, ക്ലൈമറ്റ് ചേഞ്ച്, വെസ്റ്റേൺ ഗട്ട്സ്, ഫീച്ചേഴ്സ് മുതലായവ. മാത്സ് കലണ്ടറും ക്ലറിക്കൽ എബിലിറ്റിയും പഠിക്കണം. ഇംഗ്ലീഷ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കണം. ഫോറിൻ വേർഡ്സും ഫ്രേസസും പഠിക്കണം. മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ. കമ്പ്യൂട്ടർ സയൻസ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ടോപ്പിക് സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിവൈസ് ചെയ്തോളാം. എക്കണോമിക്സ് അന്നിരുന്ന് ഫുള്ളായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. എക്കണോമിക്സ് കുറച്ചേ ഉള്ളൂ, ഫുള്ളായിട്ട് റിവൈസ് ചെയ്യുക. SCERT ഉൾപ്പെടെ എടുത്ത് റിവൈസ് ചെയ്യുക. മാത്സ് റിവിഷനും ഉണ്ടെന്ന് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സയൻസ്. അപ്പൊ ഈ ആഴ്ച 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെയാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. എക്സാം അടുത്ത് കഴിഞ്ഞു, അപ്പം ഇത്രയും നേരം പഠിക്കാം. അടുത്ത ഡേ 27 കേരള ജോഗ്രഫി, ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്ട്, റിവേഴ്സ്. ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കണം. വൈദ്യുത പദ്ധതികൾ എല്ലാം പഠിക്കുക. അണക്കെട്ടുകൾ, തുറമുഖങ്ങൾ ഉൾപ്പെടെ പ്രധാന വ്യവസായങ്ങൾ, ഭക്ഷ്യ കാർഷിക വിളകൾ. ഇതൊക്കെ നിങ്ങൾ 10th ലെവൽ പ്രിലിംസിനും 12th ലെവൽ പ്രിലിംസിനും ഒക്കെ പഠിച്ചതാണ്. ഇപ്പൊ റിവിഷൻ ചെയ്താൽ മതി, സെയിം സിലബസ് തന്നെയല്ലേ. ചുരങ്ങൾ ഉൾപ്പെടെ പഠിക്കുക. അപ്പൊ ഇത് അടങ്ങിയിരിക്കുന്ന 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ ചാപ്റ്റർ 3 കേരളം, മണ്ണും മഴയും മനുഷ്യനും, കേരള ജോഗ്രഫി അടങ്ങിയിരിക്കുകയാണ്. 5th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 10 കേരളക്കരയും, 6th സ്റ്റാൻഡേർഡിലെ ചാപ്റ്റർ 9 മധ്യകാല കേരളം. പിന്നെ കല, കേരളത്തിലെ പ്രധാന ദൃശ്യശ്രവ്യ കലകൾ, ഉത്ഭവം, വ്യാപനം, പ്രധാന സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, എഴുത്തുകാർ. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ ടോപ്പിക് എടുക്കുമ്പോൾ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൽ തുടങ്ങി അവസാനത്തെ ടോപ്പിക് വരെ ബയോടെക്നോളജി, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി വരെ. കുറച്ചേ ഉള്ളൂ. എൻവയോൺമെന്റൽ ഹസാർഡ്സ് ഒക്കെ SCERT തന്നെ ഉണ്ട്, അതൊക്കെ തന്നെ നോക്കിയാൽ മതി. പൊല്യൂഷനും ഒക്കെ. ഇംഗ്ലീഷിലെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും പിന്നെ വേർഡ്സ് ഓഫൺ കൺഫ്യൂസിങ് വേർഡ്സും പഠിക്കുക. മലയാള സാഹിത്യത്തിൽ മലയാള സിനിമ ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു പഠിക്കാം. മാത്സ് റിവൈസ് ചെയ്യുന്ന ടോപ്പിക് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ, പ്രപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സ്ഥാനനിർണ്ണയ പരിശോധന, ഇത്രയും റിവൈസ് ചെയ്യുക. ഡേ 28 നമ്മൾ അവസാനത്തെ ഡേയിലേക്കൊക്കെ എത്തുകയാണ്. കേരള ജോഗ്രഫി, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഇംഗ്ലീഷ് കറക്ഷൻ ഓഫ് സെന്റൻസസ്, ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്, ട്രാൻസ്ലേഷൻ ഓഫ് സെന്റൻസ്, പ്രോവർബ് ഇൻടു മലയാളം. കമ്പ്യൂട്ടർ സയൻസ് റിവിഷൻ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ്, ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡിവൈസസ്. പിന്നെ വേൾഡ് ഹിസ്റ്ററി ഫുള്ളായിട്ട് നമ്മുടെ റെവല്യൂഷൻസ്, അമേരിക്കൻ വാർ, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ എല്ലാം എടുത്ത് റിവൈസ് ചെയ്യുക. മാത്സ് റിവിഷൻ, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, മെന്റൽ എബിലിറ്റി, അനലോഗ്. ഡേ 29 കേരള ജോഗ്രഫി, എനർജി റിസോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം. എനർജി റിസോഴ്സ് വരുമ്പോൾ നമ്മുടെ ജലവൈദ്യുതി, താപവൈദ്യുതി എല്ലാം വരും കേട്ടോ, അതൊക്കെ പഠിക്കുക. ട്രാൻസ്പോർട്ട് സിസ്റ്റം, ജല, വ്യോമ, ഗതാഗതം എല്ലാം ഉണ്ട്. മലയാളം ഫുള്ള് റിവിഷൻ ചെയ്യുക. അതായത് പദശുദ്ധി, വാക്യശുദ്ധി, വചനം, സ്ത്രീലിംഗം, പുല്ലിംഗം എല്ലാം എടുത്ത് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി ആൻഡ് മാർച്ച് 2021, മാർച്ച് 2021 വരെ പഠിച്ചാൽ മതി. ഇംഗ്ലീഷ് റിവിഷൻ ചെയ്യാനുള്ള സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ഇമ്പോർട്ടൻ്റ് ആണ് അത്. പിന്നെ അതുപോലെ ആർട്ടിക്കിൾസ്, ക്വസ്റ്റ്യൻ ടാഗ് റിവൈസ് ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസിൽ റിവിഷൻ, ഇന്റർനെറ്റ് സർവീസസ്, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്. കേരള ഹിസ്റ്ററി ഫുള്ളായിട്ട് റിവൈസ് ചെയ്യുക. നമ്മുടെ യൂറോപ്യന്മാരുടെ ആഗമനം എല്ലാം റിവൈസ് ചെയ്യുക. മാത്സ്, ലോസ് ഓഫ് എക്സ്പൊണന്റ്, ഓഡ് മാൻ ഔട്ട്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മെൻസുറേഷൻ എല്ലാം എടുത്ത് റിവൈസ് ചെയ്യുക. അടുത്തത് 30ാമത്തെ ഡേ, അവസാനത്തെ ഡേ ആണ്. സിവിക്സ് ഫുള്ളായിട്ട് റിവൈസ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളായിട്ട് റിവൈസ് ചെയ്യുക. ഇംഗ്ലീഷ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, സിനോണിം, ആന്റോണിം ഒക്കെ എടുത്ത് റിവൈസ് ചെയ്യുക. പിന്നെ മാത്സ് റിവിഷൻ പ്രോഗ്രഷൻ ആണ്. ഫാമിലി റിലേഷൻസ്, അതുപോലെ സംഖ്യാവലോകന പ്രശ്നങ്ങൾ, ഡയറക്ഷൻ ടെസ്റ്റ്, ക്ലോക്ക്, കലണ്ടർ, നമ്മൾ അവസാനം പഠിച്ച എല്ലാ ടോപ്പിക്കും. ക്ലറിക്കൽ എബിലിറ്റി. കമ്പ്യൂട്ടർ സയൻസ് റിവിഷൻ ടോപ്പിക് സൈബർ ക്രൈം, ലോൺ. ഇത്ര ആയപ്പം ഫുൾ റിവിഷനും കഴിഞ്ഞ് ഫുൾ സെറ്റായി. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സും എല്ലാം ആയി കഴിഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് ഹാർഡ് ടു ബീറ്റ് എ പേഴ്സൺ ഹു നെവർ ഗിവ്സ് അപ്പ്. പിന്മാറാനില്ലാത്ത ഒരാളെ തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് തന്നെ പോകണം. ഇനി നമ്മൾ പിന്നോട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ടൈം ടേബിൾ വളരെയധികം ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ലൈക്ക് ചെയ്യുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങൾ PSC പരീക്ഷകളെ സീരിയസ് ആയിട്ട് കാണുന്ന ഉദ്യോഗാർത്ഥികളാണോ? എങ്കിൽ നിങ്ങളുടെ പഠനം ഈസി ആക്കാനുള്ള ഒരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അൺഅക്കാഡമി. അൺഅക്കാഡമി ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ്. അൺഅക്കാഡമിയിൽ ഏപ്രിൽ 14 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാച്ച് കോഴ്സ് ആണ് ദൗത്യം. ഈ കോഴ്സ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഒരു 30 ദിവസത്തെ ബാച്ച് കോഴ്സ് ആണ്. 10 ഡിഫറെന്റ് എഡ്യൂക്കേറ്റേഴ്സ് 10 ഡിഫറെന്റ് സബ്ജക്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ 10th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടി 100 ദിവസത്തെ ബാച്ച് കോഴ്സ് ഏപ്രിൽ 7 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ജേതാവ് എന്നാണ് ഈ ബാച്ച് കോഴ്സിന്റെ പേര്. റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി സാർ ജോഗ്രഫി ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സും 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യൂ. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റിനെ പറ്റി പറയാം. ഈ ടെസ്റ്റ് 4th, 11th, 18th, 25th ഏപ്രിൽ വൈകുന്നേരം 6 മണിക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. 75 മിനിറ്റ് മോക്ക് ടെസ്റ്റ് ആണ്. 1 മുതൽ 3 റാങ്ക് വരെ വരുന്നവർക്ക് അൺഅക്കാഡമിയുടെ സ്കോളർഷിപ്പ് ഉണ്ട്. മറ്റ് റാങ്കുകൾക്കും 20 റാങ്ക് വരെ ഉള്ളവർക്കും സ്കോളർഷിപ്പ് ലഭ്യമാണ്. ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്തിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് കൊടുത്താൽ ഫ്രീ ആയിട്ടും നിങ്ങളുടെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും മാർച്ച് 18 മുതൽ തുടങ്ങിയതാണ്. എല്ലാ ദിവസവും മൺഡേ മുതൽ സാറ്റർഡേ വരെ 8 മണിക്ക് 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ക്വിസ് ഉണ്ട്. ഇതും പ്രൈസ് മണിയുള്ള ക്വിസ് ആണ്. കയറി അറ്റൻഡ് ചെയ്യുക. ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്.